കന്നഡ ഭാഷാ വിവാദത്തിൽ കമൽഹാസന് പിന്തുണയുമായി തമിഴ്നാട്ടിലെ സിനിമ, ടെലിവിഷൻ, നാടക അഭിനേതാക്കളുടെ സംഘടനയായ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ. തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉത്ഭവിച്ചത് എന്ന പരാമർശം വിവാദമായതിനെ തുടർന്ന് താരത്തിന്റെ തഗ് ലൈഫ് ചിത്രം കർണാടകയിൽ നിരോധിച്ചിരിക്കുകയാണ്. കമൽഹാസനെതിരെ കടുത്ത പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിലാണ് സംഘടനയുടെ പിന്തുണ. കമൽഹാസനെ കന്നഡ വിരുദ്ധനായി ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. യുക്തിബോധമുള്ള ഒരാളും അത് വിശ്വസിക്കില്ല. ജാതി, മതം, വംശം, ഭാഷ എന്നിവയുടെ അതിർവരമ്പുകൾ മറികടന്ന കലാകാരനാണ് കമൽഹാസൻ. കർണാടകയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. പ്രമുഖ നടൻ രാജ്കുമാറുമായും നാടകകൃത്തും നടനുമായ ഗിരീഷ് കർണാടുമായും നല്ല സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. 2000-ൽ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ മോചിപ്പിക്കാൻ കമൽഹാസൻ പരസ്യമായി അഭ്യർത്ഥിച്ചു. രാജ്കുമാറിനെ അദ്ദേഹം സഹോദരനായി കണക്കാക്കി. ശിവരാജ് കുമാറിനെ മകനെ പോലെ കണ്ടു. കർണാടകയുമായി ഇത്രയൊക്കെ വലിയ ബന്ധം സൂക്ഷിക്കുന്ന കമൽഹാസന്റെ പരാമർശം ആളിക്കത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അതേസമയം ഭാഷാ പരാമർശത്തിൽ കർണാടക ഫിലിം ചേംബർ കമലിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. താരം മാപ്പ് പറയാൻ വിസമ്മതിച്ചതോടെയാണ് തഗ് ലൈഫ് കർണാടകയിൽ നിരോധിച്ചത്. തെറ്റ് ചെയ്യാത്തതിനാൽ മാപ്പ് പറയില്ലെന്ന് കമൽഹാസൻ വ്യക്തമാക്കിയിരുന്നു. സ്നേഹത്തിന്റെ ഭാഷയിലാണ് താൻ സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. താരത്തിനെതിരെ ഭരണകക്ഷിയായ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ പാർട്ടിയായ BJP നേതാക്കളും രംഗത്തെത്തിയിരുന്നു.